നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ മെയ് മാസം 29 വ്യാഴാഴ്ചയാണ്. 17 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ അനുകൂല സമയം തുടങ്ങുകയാണ്. എന്തു കാര്യത്തിനിറങ്ങി പുറപ്പെട്ടാലും അതൊക്കെ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. വിജയം ഉറപ്പാണ്. പരാജയം ഇനി നിങ്ങളിലേക്ക് എത്താൻ പോകുന്നില്ല. അത്രത്തോളം ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക്, അതായത് ഈ 17 നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് സന്തോഷം ആരംഭമാകാൻ പോകുന്നുണ്ട്. നേട്ടങ്ങൾ ആരംഭമാകാൻ പോകുന്നുണ്ട്. വളരെ വലിയ മാറ്റങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. സ്വത്തുക്കൾ സ്വന്തമാക്കാനായി ഭാഗ്യം തെളിയുന്നതാണ്. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയെങ്കിലും സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തെളിയും. അതിനനുകൂലമായ അവസ്ഥകൾ വന്നു ചേരും. അതേപോലെ തന്നെ സ്വത്തുക്കൾ തടസ്സപ്പെട്ട് കിടക്കുന്നത്, അതായത് പിതൃസ്വത്ത്, പൂർവിക സ്വത്ത് പലതും തടസ്സപ്പെട്ട് കേസ് വഴക്ക് പ്രശ്നങ്ങളായി കിടക്കുന്നവരുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറി അനുകൂലമായ ഫലം, അനുകൂല വിധി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. പുതുഗൃഹവാസം അല്ലെങ്കിൽ സ്വന്തം ഗൃഹം മാറി മറ്റൊരു ഗൃഹത്തിലേക്ക് താമസം മാറ്റാനൊക്കെയുള്ള ഒരു ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. ക്ഷേത്ര ദർശനം, പ്രാർത്ഥന ഇതൊക്കെ വളരെ അനുകൂലമാകണം, അല്ലെങ്കിൽ ഇതൊക്കെ വേണം. എങ്കിൽ മാത്രമേ ഈ ഫലങ്ങളൊക്കെ അനുകൂലമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇതൊക്കെ വെറും ഫലമായി മാത്രം നിൽക്കും. അപ്പോൾ പ്രാർത്ഥന എത്രത്തോളം നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം ഈ പറഞ്ഞ ഗുണാനുഭവങ്ങളൊക്കെയും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ എത്തിച്ചേരാൻ പോവുകയാണ്. ജോലിയിലെ തടസ്സം മാറും, വിവാഹ തടസ്സം മാറും, ആരോഗ്യ സംബന്ധമായി ഉള്ള പ്രശ്നങ്ങൾ നീങ്ങുന്നതാണ്. അതേപോലെ ഇപ്പോൾ ചില ആളുകളുടെ വീടുകളിൽ ദിനം പ്രതി വഴക്കുകളാണ്. അത് സന്തോഷമായി ഇരിക്കാനുള്ള അവസ്ഥകൾ വന്നു ചേരുന്നില്ല. സന്തോഷമായി ഇരിക്കണമെന്ന് ചിന്തിച്ചാൽ പോലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കിലേക്ക് മാറുന്നു. കുട്ടികൾക്ക് പലവിധ ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ മാറാനായിട്ട് ക്ഷേത്ര ദർശനം, വഴിപാട്, ഗണപതി ക്ഷേത്ര ദർശനം, ഗണപതി ഹോമം ഇതിലൂടെയൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ അത്രയ്ക്ക് രക്ഷപ്പെടാൻ ഈ 17 നക്ഷത്രക്കാർക്ക് കഴിയുന്ന സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. സർവ്വ ഐശ്വര്യം ഉറപ്പാണ്. അപ്പോൾ എല്ലാ രീതിയിലും സൗഭാഗ്യം വന്നു നിറയുന്ന ദിവസമാണ് 17 നക്ഷത്രക്കാർക്ക് നാളെ മെയ് 29 വ്യാഴാഴ്ച മുതൽ തുടങ്ങാൻ പോകുന്നത്. നേട്ടത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കുമാണ് ഈ 17 നക്ഷത്രക്കാർ കടക്കാൻ പോകുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് അടുത്തുള്ള സ്ഥലദേവനെ പ്രീതിപ്പെടുത്തുക, കുടുംബ പരദേവതയുടെ പ്രീതി നേടുക, അതേപോലെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കഴിവതും ആ വിളക്ക് കത്തിക്കുന്ന വേളയിൽ അതിന് മുന്നിൽ ചെന്ന് കൈകൂപ്പാൻ മറക്കേണ്ട. ആരും വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ എല്ലാവരും വിളക്ക് കത്തിക്കുന്ന സമയത്ത് അമ്മയാണോ അച്ഛനാണോ ചില വിളക്ക് കത്തിക്കുന്ന വിളക്ക് കത്തിച്ച് മാറിക്കഴിയുമ്പോൾ അടുത്ത ഓരോരുത്തരായി ചെന്ന് തൊഴുക. അതായത് വിളക്ക് കത്തിച്ചതിന് ശേഷം അല്പനേരം നിങ്ങളൊന്ന് മാറി നിൽക്കണം. അവിടെ ദൈവങ്ങളൊക്കെ ഒന്ന് സന്നിഹിതരായി ഒരു പോസിറ്റീവ് ഊർജ്ജം അവിടെ നിറയണം. അത് ഒരു 10 മിനിറ്റിന് ശേഷം ചെന്നിരുന്ന് നാമജപങ്ങളൊക്കെ നടത്താം, പ്രാർത്ഥിക്കുക. അല്പം ഭസ്മം അല്ലെങ്കിൽ സിന്ദൂരം അല്ലെങ്കിൽ ചന്ദനം അല്ലെങ്കിൽ മഞ്ഞൾ പ്രസാദം ഇതൊക്കെ ഇതിലേതായാലും അവിടെ വിളക്കിന് സമീപത്തായി വയ്ക്കുക. അത് അല്പം എടുത്ത് നെറ്റിയിലിടുക. അപ്പോൾ തന്നെ നിങ്ങളുടെ നെഗറ്റിവിറ്റി പുറത്തു പോവുകയാണ്. ആ പ്രസാദത്തിൻ്റെ ആ ഒരു ചൈതന്യം, ആ ഒരു കുളിർമ, ആ ഒരു നൈർമല്യം നിങ്ങളിലേക്ക് എത്തുമ്പോൾ തന്നെ എന്ത് നെഗറ്റിവിറ്റി ഉണ്ടോ അത് പുറത്തു പോയിരിക്കും. മനസ്സിനൊരു ശാന്തത, ഒരു കുളിർമ. അത് നമ്മൾ പറയാറില്ലേ, ക്ഷേത്ര ദർശനം നടത്തുന്ന വേളയിൽ അല്ലെങ്കിൽ നടത്തി കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയത്തൊക്കെ നമ്മൾക്ക് വളരെയധികം പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുമെന്ന്. അപ്പോൾ അത്രത്തോളം ആ ഒരു ചൈതന്യമുണ്ട്. അത് ക്ഷേത്രത്തിൽ മാത്രമല്ല, നമുക്ക് നമ്മുടെ ഗൃഹത്തിലും ആ ചൈതന്യത്തെ എത്തിക്കാൻ സാധിക്കും. അതിന് പ്രാർത്ഥനയാണ് വേണ്ടത്. നല്ല രീതിയിൽ പ്രാർത്ഥിച്ചാൽ ഈ പറയാൻ പോകുന്നത് നാളെ മുതലുള്ള ആ ഗുണാനുഭവങ്ങൾ നിങ്ങൾ ഏവർക്കും എത്തിച്ചേരുന്നതാണ്. 17 നക്ഷത്രക്കാർക്കെന്ന് മാത്രമല്ല എല്ലാ സർവ്വചരാചരങ്ങൾക്കും പോസിറ്റീവ് എനർജി എത്തിച്ചേരുന്നതാണ്. നാളെ മുതൽ ഭാഗ്യം തെളിയാൻ പോകുന്ന ആ 17 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക ഈ 3 നക്ഷത്രക്കാർക്ക് ഉയർച്ചയുടെ സമയമാണ് നാളെ മുതൽ തുടങ്ങാൻ പോകുന്നത്. രാഹുകേതു മാറ്റമൊക്കെ വളരെ അനുകൂലമാണ് നിങ്ങൾക്ക്. അതാണ് ഈ ഉയർച്ച ഇപ്പോൾ എത്താൻ പോകുന്നത്. വളരെ അനുകൂലമായ ഗുണാനുഭവങ്ങൾ എത്തിച്ചേരുന്നു. പ്രതിസന്ധികൾ, പ്രതിബന്ധങ്ങൾ ഒരുപാടുള്ളതിനെയൊക്കെ തരണം ചെയ്ത് തടസ്സങ്ങളെ വെട്ടിമാറ്റി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. ദുഃഖങ്ങൾ നീങ്ങുന്നതാണ്. പ്രാരാബ്ധങ്ങൾ ഒരു പരിധിവരെ ഒഴിച്ചു മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ധനം പല വഴികളിലായി കയ്യിലേക്ക് വന്നു ചേരും. ദുരിതമൊഴിയുന്നതാണ്. സൗഭാഗ്യം വന്നു ചേരുന്നതാണ്. ധാരാളം ധനനേട്ടം, അപ്രതീക്ഷിതമായ ധാരാളം ഗുണാനുഭവങ്ങൾ, ധനയോഗം ഒക്കെ നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ്. തൊടുന്നതൊക്കെയും നേട്ടമാക്കി മാറ്റാൻ സാധിക്കും. എന്തിൽ ചെന്ന് പിടിച്ചാലും ഒരു എഴുമ്പേറ്റമില്ല എന്ന് പറയാറുണ്ട്. എന്തിൽ ചെന്ന് പിടിച്ചാൽ ഗതി പിടിക്കുന്നില്ല എന്ന് പറയാറുണ്ട്. ആ ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകാൻ പോവുകയാണ്. ഗുണാനുഭവങ്ങൾ ധാരാളം വരും. ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി നിങ്ങളുടെ പടിവാതിലിൽ എത്താൻ പോവുകയാണ്.
നവഗ്രഹ പൂജയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ നവഗ്രഹ പൂജ ചെയ്യുമ്പോഴും രാഹുവിനെയും കേതുവിനെയും കൂടുതൽ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന വഴി നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിമിത്തം, അതുപോലെ വഴിപാടുകൾ നിമിത്തം നിങ്ങളിലേക്ക് ഈ ഗുണാനുഭവങ്ങളെല്ലാം എത്തിച്ചേരും. നിങ്ങളുടെ എല്ലാവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒഴിഞ്ഞു പോകും. നിങ്ങളുടെ പ്രാർത്ഥന മാത്രം മതി. പ്രാർത്ഥനയും ക്ഷേത്ര ദർശനവും വഴിപാടും മാത്രം മതി. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. ഈ പറയുന്ന ഗുണാനുഭവങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നതാണ്. ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന എല്ലാവിധ പ്രാരാബ്ദങ്ങളും നിങ്ങളെ വിട്ടൊഴിയുന്നതാണ്. എന്നാൽ നിങ്ങളിപ്പോൾ കേൾക്കുമ്പോൾ ചോദിക്കും, ഞങ്ങൾ ആരും എന്താ പ്രാർത്ഥിക്കുന്നില്ലേ എന്ന്. പ്രാർത്ഥിക്കുന്നുണ്ട്, ഏവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരു വിഷമം വരുമ്പോൾ അയ്യോ ദൈവം നോക്കുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എന്നൊരു ചിന്തയിലേക്ക് പോവുകയരുത്. അങ്ങനെ പോയാൽ നമ്മൾ വീണ്ടും ദുഃഖത്തിൻ്റെയും ദുരിതത്തിൻ്റെയും പടുകുഴിയിലേക്ക് ആണ്ടുപോവുകയാണ്. അങ്ങനെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ പോലും വെറുതെ ആയിട്ടെങ്കിലും പോലും നമ്മൾ ചിന്തിക്കരുത്. നന്നായി പ്രാർത്ഥിക്കുക. നല്ല സമയം അനുകൂലമായതിനാൽ തന്നെ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിലും മാറിയിരിക്കാതിരിക്കുക. എല്ലാത്തിലും നമ്മുടേതായ പാർട്ടിസിപ്പേഷൻ കൂടി നിങ്ങൾ ചെയ്യുക. പ്രാർത്ഥിച്ചു കൊണ്ട് തുടങ്ങുക. ഏതൊരു കാര്യത്തിനും എന്തെങ്കിലും ഒന്ന് എഴുതാൻ തുടങ്ങുമ്പോഴും ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്താൽ നമ്മൾ അറിയാതെ നമ്മുടെ പേന ചലിക്കും, അതായത് നമ്മുടെ കൈ അതിനൊപ്പം ചലിക്കും. അപ്പോൾ അത് നമ്മൾക്ക് വിജയത്തിലെത്താനായി സാധിക്കും. നല്ല സമയമാണ്. തുടങ്ങുന്ന രാഹുകേതുക്കളൊക്കെ വളരെ അധികം അനുകൂലമാണ്. അതിനാൽ തന്നെ നേട്ടങ്ങൾ വളരെയധികം ലഭിക്കുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്കും ധനപരമായി ഉയർച്ചയുടെ സമയമാണ്. എങ്കിലും ധനപരമായി അല്പം ശ്രദ്ധ ആവശ്യമാണ്. പണം കയ്യിലേക്ക് ധാരാളം വന്നു ചേരുമ്പോൾ അനാവശ്യമായി പല വഴികളിലേക്ക് ധനം പോകാതിരിക്കാനുള്ള ശ്രദ്ധ കൂടി ഈ ഒരു സമയം വേണം. കടം കൊടുക്കാനും പോകരുത്, കടം വാങ്ങാനും പോകരുത്. അതുവഴി ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ഉയർച്ച ഉണ്ടാകുമെങ്കിൽ പോലും 4 ദിക്കിലും നമ്മുടെ കണ്ണ് ചെന്ന് എത്തണം. ഈ ഒരു സമയം പൂരുരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ശ്രദ്ധ വളരെ അനിവാര്യമാണ്. നാളെ മുതലുള്ള സമയം എനിക്കൊരു പ്രശ്നവും വരത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ അത് നമ്മുടെ പോസിറ്റീവായിട്ടുള്ള ചിന്ത തന്നെ. പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. പണപരമായി, അതായത് ധനപരമായി പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രമിക്കുക. അതായത് ചിലപ്പോൾ ധനം ഒരുപാട് കയ്യിലേക്ക് വരുമ്പോൾ ധൂർത്ത് പോലെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് പോകാൻ സാധ്യതയുണ്ട്. പണമാണ് മനസ്സിനെയും മനുഷ്യനെയും ചിലപ്പോൾ മോഹിപ്പിക്കും. അപ്പോൾ അങ്ങനെ പല വഴികളിലേക്ക് ധനം പോകാതെ നാളത്തേക്ക് കൂടി സേവ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഉയർച്ചയും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ തന്നെയാണ്. എങ്കിൽ പോലും ധനപരമായി വളരെ സൂക്ഷ്മത, കൃത്യത, ഏത് കാര്യം എടുക്കുമ്പോഴും ഒരു കണക്ക് എപ്പോഴും സൂക്ഷിക്കുവാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങളും രാഹുകേതു പ്രീതിയാണ് വരുത്തേണ്ടത്. പൂജ വഴിപാടുകളൊക്കെ ചെയ്ത് രാഹുകേതു വഴിപാടുകളൊക്കെ സമർപ്പിച്ച് നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനമൊക്കെ നടത്തി സന്തോഷമായി മുന്നോട്ട് പോവുക. നല്ല സമയമാണ്. വീണ്ടും പറയുന്നു, ധനപരമായി വളരെയധികം സൂക്ഷ്മത വച്ചു പുലർത്തുക. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ വളരെയധികം കൃത്യത, ഏത് കാര്യത്തിനും ഒരു കണക്ക് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു കണക്ക് ഉണ്ടായിരിക്കണം. അത് മറ്റുള്ള ആരെയും കാണിക്കാൻ പോവുകയും വേണ്ട. തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്കും ഭാഗ്യം, ഉയർച്ച ഇതൊക്കെ ധാരാളമായി വന്നു ചേരുന്ന സമയമാണ്. അപ്രതീക്ഷിത ധനാഗമ യോഗം കാണുന്നുണ്ട്. ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നിങ്ങളെ നേട്ടത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും. നിങ്ങൾക്ക് പോലും അപ്രതീക്ഷിതമായി തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. സാമ്പത്തികപരമായി ഒരു ഭദ്രതയുണ്ടാകും. വിദേശ ബന്ധങ്ങൾ വന്നു ചേരും. വിദേശത്ത് ചിലപ്പോൾ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ കോൾ വഴിയാകാം, അല്ലെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്നത്. അങ്ങനെ ഒരു വിദേശ ബന്ധം കൂടി നിങ്ങൾക്ക് ചിലപ്പോൾ പോകാനുള്ളൊരു വിസ ഒപ്പിച്ചു തരുന്നത് ായിരിക്കും. എങ്ങനെയായാലും വിദേശ ബന്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആഗ്രഹങ്ങൾ നടക്കുന്നതാണ്. വ്യാഴദൃഷ്ടി ഇവിടെ അനുകൂലമായിട്ടുണ്ട് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇതൊക്കെ വന്നു ചേരുന്നത്. കുടുംബ ബന്ധങ്ങൾ, അതായത് കുടുംബത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് രമ്യതയിലാക്കാൻ കൂടി ഈ ഒരു സമയം നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. മൂലം പൂരാടം ഉത്രാടം നക്ഷത്രക്കാർക്കും നല്ലൊരു സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത്. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. അടി വഴക്ക് പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സഹോദരങ്ങളാണെങ്കിൽ പോലും അതൊക്കെ മാറി രമ്യതയിലാക്കാൻ ഒരു ഭഗവാന്റെ സഹായം കൂടി ഉണ്ടാകുന്നുണ്ട്. നന്മ, നിങ്ങൾ ചെയ്ത പല കാര്യങ്ങളും, മുന്നേയുള്ള സമയങ്ങളിൽ ചെയ്ത പല പ്രവൃത്തികളുടെ ആ ഒരു നന്മ നിങ്ങൾക്ക് കൂട്ടിനുണ്ടാകുന്നതിനാൽ തന്നെ ഈ തിന്മ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദ്വേഷമുണ്ടാകുന്ന, നിങ്ങളുടെ ജീവിതത്തിന് വിഷമമുണ്ടാകുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കുകയില്ല. ഒരു ധൈര്യം വർദ്ധിക്കുന്ന സമയമാണ്. കർമ്മമേഖല നേട്ടം, ജോലിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകൾക്ക് പോലും വിളിച്ച് ജോലി തരുമെന്നൊരു സമയത്തിലേക്കാണ് നാളെ മുതൽ എത്താനായി പോകുന്നത്. വളരെയധികം നേട്ടം. എന്ത് കാര്യം ചെയ്താലും അതിനങ്ങോട്ട് ഒരു ഗുണം പിടിക്കുന്നില്ല, മെച്ചമുണ്ടാകുന്നില്ല എന്ന് വ്യസനിച്ച അല്ലെങ്കിൽ വിഷമിച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ മാറ്റമാണ് വരാൻ പോകുന്നത്. നിങ്ങൾ ശിവക്ഷേത്ര ദർശനം മറക്കേണ്ട. ധാര കൂടി വഴിപാടായിട്ട് കഴിപ്പിക്കുക. അപ്പോൾ ധാര നടത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു കുളിർമ, ഒരു ശാന്തതയൊക്കെ കൈവരാനും ഭഗവാന്റെ
ഭഗവാന്റെ പ്രീതി നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തുന്നതിനും സാധ്യമാകും. അപ്പം ഭസ്മമൊക്കെ കിട്ടുന്നത് സൂക്ഷിച്ചു വെക്കുക, നെറ്റിയിൽ അണിയുക. വൈകുന്നേര സമയങ്ങളിലും രാവിലെയും കുളിച്ചിട്ടൊക്കെ വന്ന് നെറ്റിയിൽ അണിയുക ശിവക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന ഭസ്മം. എന്നിട്ടൊരു വെള്ള പേപ്പറിൽ പുറത്തേക്കൊക്കെ പോകുന്ന വേളയിൽ അത് പൊതിഞ്ഞ് പോക്കറ്റിൽ വെക്കും. പുറത്തേക്കെന്ന് പറയുമ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കടയിൽ സാധനം വാങ്ങിക്കാൻ പോകുന്ന കാര്യമല്ല പറഞ്ഞു. ഒരു ഇൻ്റർവ്യൂവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ സൈൻ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരാറുകൾ ഒപ്പിടാൻ പോകുന്നു, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഇതൊരു കവചമായി നിങ്ങൾക്കൊപ്പം ഉണ്ടാകണം. അപ്പോൾ അതിനാണ് പറഞ്ഞത് അല്പം വെള്ള പേപ്പർ, ശുദ്ധമായൊരു പേപ്പർ, ഏതെങ്കിലും ഒരു പേപ്പറല്ല, ശുദ്ധിയുള്ള ഒരു വെള്ള പേപ്പർ എടുത്ത് നല്ല വൃത്തിയായിട്ടുള്ള വെള്ള പേപ്പർ തന്നെ എടുക്കുക. വെള്ള പേപ്പറിൽ ഇത് പൊതിഞ്ഞ് പോക്കറ്റിൽ വെക്കുക. തിരിച്ച് വന്ന് വീട്ടിൽ കൊണ്ട് വെക്കണം. എവിടെയും വഴിയിലൊന്നും പോകാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നല്ല സമയമാണ് തുടങ്ങുന്നത്. ഭഗവാനെ ധൈര്യമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളുക. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്കും ഭാഗ്യസമയം തന്നെ തുടങ്ങുകയാണ്. കർമ്മമേഖല കൊണ്ട് നേട്ടമുണ്ടാകും. അനുഭവിച്ചു വന്ന തടസ്സങ്ങൾ, വീട്ടിൽ തന്നെ തടസ്സമാണ്, നിങ്ങളുള്ള വീട്ടിൽ വളരെ തടസ്സങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് പ്രശ്നങ്ങൾ, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടാൽ നിങ്ങൾക്ക് പ്രശ്നമായി മാറുന്ന ഒരു അവസ്ഥ, പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരു സമയമായിരുന്നു. അത് മാറുകയാണ്. ഉയർച്ച ഉണ്ടാകുന്നു, തൊഴിൽപരമായി നേട്ടമുണ്ടാകും, ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകുന്നുണ്ട്. വീട് പണി ഒരുപാട് നാളായി നടത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, കോൺട്രാക്ടേഴ്സിനെ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അങ്ങനെയുള്ള അവസ്ഥ മാറുകയാണ്. മനസ്സിനെ ആഗ്രഹിച്ചതുപോലെ ഒരു ഗൃഹം ഓടി പിടിപ്പിച്ചെടുക്കാനൊക്കെ സാധിക്കുന്ന സമയമാണ്. ഐശ്വര്യം വന്നിരുന്ന സമയമാണ്. ചെറിയതാണെങ്കിലും ഒരു ലോട്ടറി തുകയൊക്കെ അടിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നുണ്ട്. അനുകൂലമായ സമയമായതിനാൽ തന്നെ വളരെയധികം മാറ്റങ്ങൾ ഈ ഒരു സമയം പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രാർത്ഥനയോടുകൂടി വേണം മുന്നോട്ട് പോകേണ്ടത്. മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്കും ഭാഗ്യം തെളിയുകയാണ്. തൊഴിൽപരമായി നേട്ടമുണ്ടാകും. പ്രമോഷൻ, ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തൊഴിൽ മാറ്റത്തിനും യോഗം കാണുന്നുണ്ട്. ഇപ്പോൾ നിലവിലൊരു ജോലിയുണ്ട്, മാറ്റത്തിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. കാരണം ഇങ്ങനെ ഒരു കർമ്മമേഖല നേട്ടം പറഞ്ഞിരിക്കുന്നതിനാൽ തന്നെ ഏത് കാര്യത്തിന് ഏർപ്പെട്ടാലും വിജയം ഉറപ്പാണ്. ഉയർച്ച ഫലമായി വരുന്നുണ്ട്. വിദേശത്തേക്ക് പോകാനൊക്കെയുള്ള ഒരു ഭാഗ്യം ഉണ്ടാകുന്നുണ്ട്. അതാണ് തൊഴിൽ മാറ്റം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വദേശത്ത് നിന്ന് വിദേശത്തേക്ക് തൊഴിൽപരമായ ഒരു മാറ്റം, ഒരു പറിച്ചുമാറ്റൽ ഉണ്ടാകുന്ന സമയമാണ്. ഉന്നത വിദ്യാഭ്യാസ യോഗം, ഫലം ഒക്കെ വന്നു ചേരുന്നതാണ്. വിദേശത്തേക്ക് പഠനത്തിൻ്റെ ഭാഗമായിട്ടും കർമ്മമേഖലയുടെ ഭാഗമായിട്ടും പോകാനൊക്കെയുള്ള ഭാഗ്യം തെളിയുന്നുണ്ട്. പിതാവിൽ നിന്ന് ധാരാളം ഗുണങ്ങൾ ഉണ്ടാകുന്നു. കൂടാതെ നിങ്ങൾ നിമിത്തം പിതാവിനും ധാരാളം ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. ധനനേട്ടം ഉണ്ടാകുന്ന സമയമാണ്. ഭാഗ്യം ധാരാളമായി അനുഗ്രഹത്തിൽ അല്ലെങ്കിൽ അനുഭവത്തിൽ വരികയാണ്. മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക് നാളെ മുതൽ ഈ 17 നക്ഷത്രക്കാർക്കും വളരെ ഭാഗ്യദായകമായ സമയം വന്നു ചേരുകയാണ്. പ്രാർത്ഥന, വഴിപാടുകൾ ഇതൊക്കെയും വേണം. ദിവസവും പ്രാർത്ഥിക്കുക, ധൈര്യപൂർവ്വം ഇരിക്കുക. നല്ല സമയമായതിനാൽ തന്നെ നിങ്ങൾ നടത്തുന്ന ഓരോ പ്രാർത്ഥനകളും ഓരോ വഴിപാടുകളും നിങ്ങൾക്ക് തന്നെ ഗുണാനുഭവങ്ങൾ ഇരട്ടിയായി എത്തിച്ചേർക്കുന്നതാണ്.